സ്വന്തം പാർട്ടിയിലെ MLA-മാരുടെ പിന്തുണയല്ല, നേരെ മറിച്ച് കേരളത്തിലെമ്പാടും നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായി സർവ്വസാധാരണക്കാരായ ജനങ്ങളിൽ നിന്നുയർന്ന മുറവിളികളാണ് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുവാൻ വി.ഡി. സതീശന് സഹായകരമായത്. മുഖ്യമന്ത്രി പദവിയിലെത്തിയ ശേഷവും വി.ഡി. സതീശൻ്റെ നോക്കും വാക്കും നടത്തവും ഇരിപ്പുമെല്ലാം ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും അദ്ദേഹത്തെ ഒരു വൈറൽ മുഖ്യമന്ത്രിയാക്കി തീർക്കുകയും ചെയ്തു. ഒറ്റ ഭാവപ്രകടനം കൊണ്ട് തന്നെ ജെൻസിയുടെ ഹൃദയങ്ങൾ കീഴടക്കിയ പൂക്കി മുഖ്യമന്ത്രിയാകുവാനും വി.ഡി. സതീശന് സാധിച്ചു. കേരള നിയമസഭയിലെ പ്രകടനം താരതമ്യം ചെയ്തു നോക്കിയാൽ പിണറായി വിജയൻ എന്ന ഒരു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് മുമ്പിൽ മുട്ടിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുക. നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെയോ UDF സർക്കാരിനെതിരെയോ ശബ്ദിക്കുവാൻ പോലും കെൽപ്പില്ലാത്ത ഒരു മിണ്ടാപ്രാണിയായി പിണറായി വിജയൻ മാറുന്നത് രാഷ്ട്രീയ കേരളം അത്ഭുതത്തോടെയും സഹതാപത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ UDF സർക്കാരിൻ്റെ നയസമീപനങ്ങളെ കുത്തക മുതലാളിത്തം, സ്വകാര്യവൽക്കരണം എന്നീ വികലമായിട്ടുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞ് വിമർശിക്കുവാൻ ശ്രമിച്ച പിണറായി വിജയന് വായടപ്പിക്കുന്ന മറുപടിയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിയത്. യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് അവതരണ സമയത്തതിനേക്കാൾ വി.ഡി. സതീശൻ്റെ മിന്നും പ്രകടനം നമുക്ക് കാണുവാൻ കഴിഞ്ഞത് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തപ്പോഴാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉയർത്തിയ ആക്ഷേപങ്ങളെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് വി.ഡി. സതീശൻ തള്ളിക്കളഞ്ഞത്. പിണറായിയാണ് കേരളത്തിൻ്റെ ഈ ദുർഗതിക്ക് കാരണമെന്ന് കാര്യകാരണ സഹിതം ഓരോ പോയിന്റും എണ്ണിപ്പറഞ്ഞ് വിശദീകരിക്കുവാനും നമ്മുടെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശന് ഈ പത്രസമ്മേളനത്തിൽ സാധിച്ചു. ആദ്യം അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. തീർച്ചയായിട്ടും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചെന്ന് പറഞ്ഞു, സ്വകാര്യ നിക്ഷേപങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് എന്ന് പറഞ്ഞു. ശരിയാണ്. അല്ല, കേൾക്ക്, അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാവണം. ഈ 87,000 കോടി രൂപയുടെ കടവും ഇപ്പൊ കൊടുക്കേണ്ട ബാധ്യതയും 5 ലക്ഷം കോടി രൂപയുടെ കടവുള്ള ഒരു സംസ്ഥാനത്തിന് ഏത് കാര്യമാണ് ഒരു സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ തുടങ്ങാൻ പറ്റുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഇവിടെ മത്സരിക്കുകയാണ് സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. ഓരോ ഇൻവെസ്റ്ററേയും കൊണ്ടുപോകുന്നതിന് വേണ്ടി തമിഴ്നാടും കർണാടകയും മഹാരാഷ്ട്രയും തെലങ്കാനയും ആന്ധ്രയും ഹരിയാനയും എല്ലാവരും മത്സരിക്കുകയാണ്. ഇവിടെ വരാൻ പാടില്ല ആരും. അതല്ല ഞങ്ങളുടെ നയം. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കും, ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കും. അതുവഴിയേ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. പ്രൈവറ്റൈസേഷൻ എവിടെയാണ് ഉണ്ടാക്കിയത്? അല്ലെ, ഏത് മേഖലയാണ് സ്വകാര്യവൽക്കരിച്ചത്? KSRTC സ്വകാര്യവൽക്കരിച്ചോ? വാട്ടർ തുടങ്ങും അവിടെ, ഒരു സംശയം വേണ്ട. അത് തുടങ്ങുക, അത് തന്നെയാണ് പോളിസി. പിന്നെ ഔട്ട് ഓഫ് പോർട്ട് അത് ഡെവലപ്പ് ചെയ്യും. അവിടെ ഫിഷറീസ് എക്സ്പോർട്ട് ഉണ്ടാവും. അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ കിട്ടുന്ന ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാവും. ഗവൺമെന്റിന്റെ ഏജൻസികൾക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സപ്പോർട്ടും. ഒരു പുതിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള ജോലിയിൽ നിന്ന് ആൾ റിട്ടയർ ചെയ്യുമ്പോൾ കോൺട്രാക്ട് ലേബറെ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് സെക്ടർ നടന്നുകൊണ്ട് പോകുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. പബ്ലിക് സെക്ടർ നടത്തിക്കൊണ്ട് പോകുന്നത് പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ട് എത്ര നാളായി? ഈ ട്രാക്കോ കേബിൾ പൂട്ടിപ്പോയില്ലേ? ടെൽക്ക് പൂട്ടലിന്റെ വക്കിലാണ്. അഗ്രോ മെഷീനറി കോർപ്പറേഷൻ പൂട്ടലിന്റെ വക്കിലാണ്. ട്രാവൻകൂർ സിമന്റ്സ് പൂട്ടലിന്റെ വക്കിലാണ്. ആരുടെ പണം എടുത്തുകൊണ്ട് അതൊക്കെ നടന്നു പോകുന്നത്? നമ്മുടെ നികുതി പണം, നമ്മുടെ എക്സ്ചക്കറിൽ നിന്നുള്ള പണം, നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് ഈ ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ പോലും പറ്റാതെ, റിട്ടയർമെന്റ് വേക്കൻസിയിൽ പോലും ഒരാളെ നിയമിക്കാൻ പറ്റാതെ സ്ഥാപനമാണ് ഞങ്ങൾ സ്വകാര്യവൽക്കരിച്ചത്. അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും, കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ഇൻവെസ്റ്റ്മെന്റ് പോളിസിയാണിത്. 25 കൊല്ലം പുറകെ നടക്കുവാണ് കേരളം. ഞങ്ങൾ അതിനല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് കേരളത്തെ 25 കൊല്ലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, 25 കൊല്ലത്തേക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കി, സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് പണം ഉണ്ടാക്കി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പണം കൊണ്ട് വെൽഫെയർ പ്രോജക്റ്റുകൾ നടപ്പാക്കും. 5 പൈസ കയ്യിലില്ല. എന്നിട്ട് വീണ്ടും പഴയതുപോലെ ആവണം. അല്ലെന്നേ, അതിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. മുഴുവൻ വരുത്തി വെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട. ഈ ജീവനക്കാർ മുഴുവൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചോളൂ. ആരാ ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? ഞങ്ങളാണോ? പറയണതിനൊരു ഔചിത്യം വേണ്ടേ? അദ്ദേഹം ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ സർക്കാരാണ് ഈ മെഡിസെപ്പ് തകർത്തത്. ജീവനക്കാരുടെ പരാതി 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചാണോ? DA കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? DR കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ?
അല്ല, ലീവ് സറണ്ടർ അടിച്ചു മാറ്റിയത് ആരാണ്? എത്ര I will tell you. We need money. For getting money to fill the exchequer, we have to do a lot of things. If we are continuing the same thing, what happened in the last government's time, nothing will happen. Kerala will be finished. So, we are going to bring new economic models. There should be best financial management. There should be measures to prevent the leakage from the treasury. There should be a restructure in the entire tax administration. We will do it. We will fill the exchequer, no doubt. By stimulating the economy, we will fill the exchequer, and there will be a equitable distribution of wealth, definitely. Then you asked only senior citizens department. For the initial expense, we have allocated 10 crores rupees for the initial expense. We are going to declare the detailed projects of the senior citizens, not only from the government's exchequer, but there is a scope. Gold hub. We are the number one consumers of 20% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള ബിയറും വൈനും അല്ലാത്ത വീര്യം കുറഞ്ഞ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ അവരിത് പറഞ്ഞ മാത്രമേ ഉള്ളൂ, അതിന് ടാക്സ് ഫിക്സ് ചെയ്തില്ല. അതിന് ടാക്സ് ഫിക്സ് ചെയ്യണം, പർട്ടിക്കുലർ ടാക്സ് ആണ്. വീര്യം കൂടിയ മദ്യത്തിൻ്റെയും ബിയറിൻ്റെയും വൈനിൻ്റെയും ടാക്സ് അല്ലാതെ ഞങ്ങളൊരു ടാക്സ് ഫിക്സ് ചെയ്തു. അതിൽ 0.5 വരെയുള്ളതിന് ഞങ്ങൾ 120, അതുപോലെ 0.20 1 ലിറ്റർ പോലും ഉണ്ടാക്കിയില്ലല്ലോ. 10 കൊല്ലം ഇരുന്നിട്ട് 1 ലിറ്റർ പോലും ഉണ്ടാക്കിയില്ലല്ലോ. ചുമ്മാ വെറുതെ വർത്താനം പറഞ്ഞു. സദേൺ കേരള കോറിഡോർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പോർട്ട് റിലേറ്റഡായി, സ്പേസ് ഇക്കോണമി റിലേറ്റഡായി ആയിട്ടുള്ള സംവിധാനങ്ങളല്ല. കൊല്ലത്ത് ചെല്ലുമ്പോൾ അത് മിനറൽ കോറിഡോറും പോർട്ടും, ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ പോർട്ടും ബ്ലൂ ഇക്കോണമി. ഇങ്ങനെ ഇതൊരു ഇക്കണോമിക് കോറിഡോറാണ്. കൂടുതൽ തൊഴിൽ സാധ്യതകളും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് സദേൺ ഇക്കണോമിക് കോറിഡോർ, ഈ 3 ജില്ലകളെ കേന്ദ്രീകരിച്ച്. അതോടൊപ്പം ടൂറിസം ഉണ്ടാവും. പറഞ്ഞല്ലോ, കാര്യം മണൽ കാര്യം മിനറലല്ലേ, മിനറൽ എല്ലാം ഉണ്ടാവും. അല്ല, ഇവരെ ഈ പദ്ധതികളൊക്കെ പോകാൻ നേരത്ത് പ്രഖ്യാപിച്ച പദ്ധതികളാണ്. പോകാൻ നേരത്ത് 10 കൊല്ലം ഇരുന്നിട്ട് ഇതൊന്നും പറ്റിയില്ല. 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നപ്പോൾ പ്രഖ്യാപിക്കാതെ ഇലക്ഷൻ്റെ ഓഫ് ദി ഇലക്ഷൻ്റെ സായാഹ്നത്തിൽ പ്രഖ്യാപിച്ചതാണ് ഈ പദ്ധതികൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി എപ്പോഴാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? ഫെബ്രുവരിയിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ തോറ്റേണ്ട്. ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഞങ്ങളത് പരിശോധിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ. ക്യാബിനറ്റ് കഴിഞ്ഞുള്ള പത്രസമ്മേളനത്തിൽ ഞങ്ങളത് പരിശോധിക്കും. ആ ലിസ്റ്റ് ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് പോലും പരിശോധിക്കേണ്ടതാണ്. ഇലക്ഷൻ കാലത്ത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ലിസ്റ്റാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എന്തൊക്കെ പ്രഖ്യാപനം നടത്തിയത്? ഇപ്പൊ ജീവനക്കാരോട് ഭയങ്കര സ്നേഹമാണല്ലോ. കഴിഞ്ഞ ഗവൺമെന്റുകളെല്ലാം ചെയ്തത് എന്താ? അവരുടെ കാലത്ത് പേ കമ്മീഷൻ നിയമിച്ച് പേ കമ്മീഷന്റെ ജോലി പൂർത്തിയാക്കി, പേ കമ്മീഷന്റെ അവാർഡ് കൊടുത്തു, പേ കമ്മീഷൻ നടപ്പിലാക്കി, ഇല്ലേ? ഇതിനു മുമ്പുള്ള ഗവൺമെന്റുകളെല്ലാം. ഈ ഗവൺമെന്റ് എന്താ ചെയ്തത്? പേ കമ്മീഷൻ പ്രഖ്യാപിച്ചത് എന്നാ? ഇലക്ഷന്റെ തൊട്ട് മുമ്പ്. അങ്ങനെ 6 മാസത്തേക്ക് സമയം കൊടുത്തു. അടുത്ത സർക്കാരിന്റെ തലയിലിരിക്കട്ടെ എന്ന്. ഒരു ബാധ്യത ഏറ്റെടുത്തില്ല. DA കുടിശ്ശിക വരുത്തി, DR കുടിശ്ശിക വരുത്തി, ലീവ് സറണ്ടർ അടിച്ചു മാറ്റി, മെഡിസപ്പ് പൊളിച്ചു. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഭയങ്കരം, ഞാൻ തന്നെ ഞെട്ടിപ്പോയി കണ്ടിട്ട്. ഇതിന്റെ എല്ലാത്തിൻ്റെയും ഓരോ ഫയലും ഞാൻ തരാം. ഞങ്ങൾ നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്, പോണ പോക്കി ചെയ്തത്. പിണറായി വിജയൻ ഉയർത്തിയ സ്വകാര്യവൽക്കരണം എന്ന ഒരു ആരോപണത്തിന് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി നൽകിയത്. തൻ്റെ സർക്കാർ അല്ലെങ്കിൽ UDF സർക്കാർ ഏതു മേഖലയിലാണ് സ്വകാര്യവൽക്കരണം നടപ്പാക്കിയതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. KSRTC സ്വകാര്യവൽക്കരിച്ചോ? KSEB സ്വകാര്യവൽക്കരിച്ചോ? വാട്ടർ അതോറിറ്റി സ്വകാര്യവൽക്കരിച്ചോ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതെങ്കിലും സ്വകാര്യവൽക്കരിച്ചോ എന്നാണ് മുഖ്യമന്ത്രി ഇവിടെ ചോദിക്കുന്നത്.
അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ചും അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ ജീവനക്കാർ വിരമിക്കുമ്പോൾ പകരം ജീവനക്കാരെ നിയോഗിക്കുവാൻ കഴിയാതെ കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയോഗിച്ചുകൊണ്ട് പൊതുഖജനാവിലെ പണം പാഴാക്കി കളയുന്ന സംവിധാനങ്ങളായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ അധപ്പതിച്ചത് പിണറായി വിജയൻ്റെ ഭരണമികവാണെന്നും അദ്ദേഹം കൃത്യമായി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ കൊള്ളയടിച്ചതും അവരുടെ DA കുടിശ്ശിക വരുത്തിയതും ആരാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദിക്കുന്നു. പിണറായി വിജയൻ്റെ വികലമായ ഭരണനയങ്ങൾ കേരളത്തിലെ പുതിയ സർക്കാരിന് ഉടനടി ഉണ്ടാക്കിയ ബാധ്യത 57,000 കോടി രൂപയാണെന്നും ഈ സംസ്ഥാനത്തിൻ്റെ പൊതുകടം 5.5 ലക്ഷം കോടി രൂപയിലേക്ക് എത്തിച്ച ശേഷം പിണറായി വിജയൻ മേനി പറയാൻ വരണ്ട എന്നുമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആഞ്ഞടിച്ചത്. അതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാരിൻ്റെ നയസമീപനങ്ങൾ കേരളത്തെ 25 വർഷക്കാലം പിന്നോട്ടടിച്ച നയസമീപനങ്ങൾ തുടരാനല്ല താൻ ഈ കസേരയിൽ വന്നിരിക്കുന്നതെന്ന് വി ഡി സതീശൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കുന്നുണ്ട്. സ്വകാര്യ നിക്ഷേപങ്ങളെ കേരളത്തിലേക്ക് ആകർഷിക്കുക എന്നത് തന്നെയാണ് UDF സർക്കാരിൻ്റെ നയമെന്നും അദ്ദേഹം ഈ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. തൊട്ടടുത്ത സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയും തെലുങ്കാനയും ആന്ധ്രയും തമിഴ്നാടുമെല്ലാം സ്വകാര്യ നിക്ഷേപകർക്ക് പട്ടുപരവതാനി വിരിക്കുമ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ കപട ആദർശങ്ങളും തത്വശാസ്ത്രങ്ങളും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അതിന് തടയിടുവാൻ ശ്രമിച്ചാൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കുവാൻ കഴിയില്ല എന്ന പ്രതികരണം തന്നെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു മിന്നും പ്രകടനത്തോടെ ഏറെക്കുറെ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് പിണറായി വിജയൻ ഇരിക്കുന്നിടത്തോളം കാലം കേരളത്തിലെ CPM-ന് ഒരു ചുക്കും ചെയ്യുവാൻ സാധിക്കില്ല എന്നത് തന്നെയാണത്. മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ ഇടറിപ്പോകുന്ന, അദ്ദേഹത്തിനോട് ഒരു ചോദ്യം പോലും ചോദിക്കുവാൻ ധൈര്യമില്ലാത്ത, മകൾ എന്നറസ്റ്റിലാകുമെന്ന് ഭയപ്പെട്ട് കഴിയുന്ന കടൽക്കിഴവനായ പിണറായി വിജയന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തുടർ പരാജയങ്ങളുടെ ഗർത്തങ്ങളിലേക്ക് മാത്രമേ നയിക്കുവാൻ കഴിയുകയുള്ളൂ എന്നും ഇതിനാൽ തന്നെ വ്യക്തമാകുകയാണ്. അക്ഷരാർത്ഥത്തിൽ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി കേരളത്തിലെ ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഇടതുമുന്നണി എന്ന രാഷ്ട്രീയ മുന്നണിയുടെയും പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഭരണത്തിലെത്തി 1 മാസം കൊണ്ട് തന്നെ വി ഡി സതീശന് ഇത്രയെല്ലാം ചെയ്യുവാൻ സാധിക്കുമ്പോൾ അദ്ദേഹം 1 വർഷക്കാലം ഭരണം പൂർത്തിയാകുമ്പോൾ പിണറായി വിജയൻ തന്നെ ഒരുപക്ഷെ പ്രതിപക്ഷ നേതൃസ്ഥാനവും പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോ അംഗത്വവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയ വനവാസത്തിന് പോകുവാനുള്ള സാധ്യതയും നമുക്കിവിടെ തള്ളുവാൻ കഴിയില്ല. പിണറായി വിജയൻ എന്ന ദുർഭൂതത്തെ ചുമന്ന് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ജീർണതയിൽ നിന്ന് ജീർണതയിലേക്ക് പോകുമ്പോൾ വി ഡി സതീശൻ്റെ കൈകളിൽ കേരളത്തിൻ്റെ ഭാവിയും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയും UDF മുന്നണിയുടെയും ഭാവിയും സുരക്ഷിതമാണെന്നും ഇതിനാൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.